സുപ്രധാന വിധി പെരിയ കേസിൽ വന്നിരിക്കുന്നു. പെരിയ കേസിൽ കുടുംബത്തിന് നീതി ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. CBI അന്വേഷണത്തിൽ തൃപ്തി പ്രകടിപ്പിച്ചിരുന്ന നേരത്തെ കുടുംബം. CBI അന്വേഷണത്തിൽ ഇപ്പോൾ 14 പ്രതികളും കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. ബാക്കിയുള്ള പ്രതികൾ കുറ്റക്കാർ 9, 11, 12, 13, 16, 18, 17, 19, 23, 24 പ്രതികൾ കുറ്റവിമുക്തരായിരിക്കുന്നു. ബാക്കിയുള്ള 14 പ്രതികളും കുറ്റക്കാരെന്നാണ്. 10 പ്രതികളെയാണ് ഇപ്പോൾ കുറ്റവിമുക്തരാക്കിയത് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. പെരിയ ഇരട്ടക്കൊലയിൽ സുപ്രധാന വിധി വന്നിരിക്കുന്നു. 14 പ്രതികൾ കുറ്റക്കാർ. ആരൊക്കെയാണ് ഇതിൽ പ്രതികളാകുന്നതെന്നുള്ളതാണ്. കൊലക്കുറ്റം തെളിഞ്ഞു എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. കോടതി വിധിയുടെ വിശദാംശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. 10 പ്രതികൾ കുറ്റവിമുക്തർ, 14 പ്രതികൾ കുറ്റക്കാർ, കൊലക്കുറ്റം തെളിഞ്ഞു എന്നുള്ളതാണ്. പെരിയ ഇരട്ടക്കൊലയിൽ വിധി വന്നിരിക്കുന്നു. 14 പ്രതികൾ കുറ്റക്കാർ എന്നുള്ള വിധിയാണ്, സുപ്രധാന വിധിയാണ് വന്നിരിക്കുന്നത്. ഗൂഢാലോചന തെളിഞ്ഞിരിക്കുന്നു എന്നാണ് കോടതി വിധിച്ചിരിക്കുന്നത്. കൊലക്കുറ്റം തെളിഞ്ഞിരിക്കുന്നു, ഗൂഢാലോചന തെളിഞ്ഞിരിക്കുന്നു. അതായത് ഗൂഢാലോചനയിൽ നടത്തിയ കൊലപാതകമാണ്, അത് രാഷ്ട്രീയ കൊലപാതകമാണെന്ന് CBI കോടതി വ്യക്തമാക്കുകയാണ്. പെരിയ കേസിൽ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കുടുംബത്തിന് നീതി ലഭിച്ചിരിക്കുന്നു. CBI കോടതിയിൽ നിന്നുള്ള ഏറ്റവും സുപ്രധാനമായ വാർത്ത. അവരുടെ കുടുംബം വാർത്ത കാണുന്നു. വിധി അറിഞ്ഞ് വിതുമ്പുകയാണ് കുടുംബം. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോടതിയിൽ നിന്നും ഇവരുടെ വീടുകളിൽ നിന്നുമുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മുൻ MLA KV കുഞ്ഞിരാമൻ കുറ്റക്കാരനെന്ന സുപ്രധാന വിധിയാണ് വന്നിരിക്കുന്നത്. CPM-നെ പ്രതിരോധത്തിലാക്കുന്ന വിഷയമാണ്. ഇതിൽ ഇടപെടില്ല, പ്രതികൾക്ക് ശിക്ഷ നേടിക്കൊടുക്കും, നീതി നേടിക്കൊടുക്കുമെന്ന് സർക്കാർ പറഞ്ഞെങ്കിലും CBI അന്വേഷണത്തിനെതിരെ സുപ്രീം കോടതി വരെ കോടികൾ ചെലവാക്കി സർക്കാർ പോയ കേസാണ്. മുൻ MLA KV കുഞ്ഞിരാമൻ അടക്കം 14 പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തുമ്പോൾ നീതി ലഭിക്കുകയാണ്. 6 വർഷങ്ങൾക്കിപ്പുറം കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കുടുംബങ്ങൾക്ക് 14 പ്രതികൾ കുറ്റക്കാരും 10 പ്രതികൾ കുറ്റവിമുക്തരാവുകയും ചെയ്യുന്നു.